ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് പുതിയൊരു കറിയാണ്. ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ പുതിയൊരു കറി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റിയാണ്. ഒരു മീറ്റ് ബോൾ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സൗത്ത് ഇന്ത്യൻ മീറ്റ് ബോൾ കറി. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് മീറ്റ് ബോൾസ് റെഡിയാക്കാം. ഇതിനു വേണ്ടി 600 ഗ്രാംസ് കീമ, ഒന്നില്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൻ ഉപയോഗിക്കാം. ഞാൻ ബീഫ് കീമയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. മിക്സി ജാറിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ സോക്ഡ് ബ്രെഡൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമാണ് മീറ്റ് ബോൾസിൽ നമ്മളിവിടെ പൊട്ടുകടല ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൊത്തി അരിയണം. അപ്പോൾ 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. 2 ഇഞ്ച് പീസ് ഇഞ്ചി, അതും കൊത്തി അരിഞ്ഞത്. 3-4 ചെറിയ പച്ചമുളക് അരിഞ്ഞത്. ഇതെല്ലാം മിക്സി ജാറിലേക്ക് ചേർത്തു. അതിൻ്റെ ഒപ്പം കുറച്ച് സ്പൈസസ്: 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇതെല്ലാം ചേർത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും നല്ല പേസ്റ്റ് ആക്കിയെടുക്കാം. ഒരു വെള്ളം കൂടി പോകരുതിട്ട് ആവശ്യത്തിന്, അത് അരിഞ്ഞു കിട്ടാനുള്ള ആവശ്യത്തിന് വെള്ളം. അപ്പോൾ കീമ അല്ലെങ്കിൽ മിൻസ്ഡ് ബീഫ് ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം നല്ലോണം ഡ്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞതാണ് കേട്ടോ. അതിലേക്കാണ് ഈ തയ്യാറാക്കിയിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, പിന്നെ വേണ്ടത് 1 തണ്ട് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒന്ന് ചോപ്പ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 മുട്ട, അതും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റിനനുസരിച്ച്. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അതാണ് എപ്പോഴും നല്ലത്. പക്ഷെ കുറച്ച് മയത്തിൽ വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് ടൈറ്റായിട്ട് കുറേ നേരം ഇട്ട് കുഴയ്ക്കണ്ട. അപ്പോൾ മീറ്റ് ബോൾസ് ടെൻസായി പോകും. എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുമ്പോൾ ആ ടെൻഡർനെസ് നഷ്ടപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മയത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ജെൻറ്റിൽ പ്രഷർ കൊടുത്തിട്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കിയിരിക്കണം. അപ്പോഴും ഒരുപാട് പ്രഷർ കൊടുത്ത് അമക്കി ബോൾ ആക്കരുത്. കുറച്ച് മയത്തിൽ ഇതുപോലെ മീറ്റ് ബോൾസ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എല്ലാ മീറ്റ് ബോൾസ് ഇതുപോലെ റെഡിയാക്കാം. ഇനി കുറച്ച് നേരം ഇത് ഫ്രീസറിലേക്ക് വെക്കാം. കറിക്ക് വേണ്ടി ആവശ്യമുള്ള അല്ലെങ്കിൽ ഗ്രേവിക്ക് വേണ്ടി ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡി ആവണത് വരെ. അപ്പോൾ ആ മീറ്റ് ബോൾസ് ഒന്ന് സെറ്റ് ആവും. അപ്പോൾ റെഡിയാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഒരു നാരങ്ങ സൈസിൽ ഒരു വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ 1 സവാള അരിഞ്ഞത്, 3 വലിയ അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 വലിയ തക്കാളി അതും ഇതുപോലെ ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഫ്രീസറിലിരുന്നു. നമ്മുടെ മീറ്റ് ബോൾസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/4 മുതൽ 1/2 കപ്പ് വരെ ഓയിൽ, ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ പാനിലിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മീറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒരുപാട് ചൂടാവരുത് കേട്ടോ, അല്ലെങ്കിൽ മീറ്റ് ബോൾസ് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചൂടായി വരുന്ന ഓയിലിലേക്ക് ഈ മീറ്റ് ബോൾസ് ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. മീറ്റ് ബോൾസ് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൈഡ് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. പതുക്കെ നോക്കണം. ഒരുപാട് നേരത്തെയും ഇത് മറിച്ചിടാൻ നോക്കരുത്. മറ്റൊരു അടുപ്പത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് അത് ചൂടാവുന്നുണ്ട്. അത് കറിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മീറ്റ് ബോൾസ് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഒരു സൈഡ് ഒരു ബ്രൗൺ കളറായതിനു ശേഷം പതുക്കനെ എല്ലാ മീറ്റ് ബോൾസും മറിച്ചിട്ട് കൊടുക്കണം. പതുക്കനെ വേണം ചെയ്യാൻ. മീറ്റ് ബോൾസ് ഒന്നും പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് മറ്റേ അടുപ്പത്ത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ആ പെരിഞ്ജീരകം പൊട്ടി ഒരു നല്ല മണം വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, കളറൊന്നും മാറണ്ട. അതിനുശേഷം കൊത്തിയരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ മീറ്റ് ബോൾസ് മറക്കരുത് കേട്ടോ. മറ്റേ സൈഡും ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം പതുക്കിനെ എല്ലാ മീറ്റ് ബോൾസും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിലുള്ള തരികളും കോരി മാറ്റണം. മീറ്റ് ബോൾസ് കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇനിയും നമ്മുടെ കറിയിൽ കിടന്ന് കുക്കാവാനുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ അടുത്ത ബാച്ച് മീറ്റ് ബോൾസ് നമുക്ക് റെഡിയാക്കാം.
അപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ചെറുതായി ഒരു ഗോൾഡൻ കളറായി മാറി വരുന്നുണ്ട്. ആ മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ല മണം വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് ഇട്ടിട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായി മാഷായി ഉടഞ്ഞു ചേരുന്ന വരെയും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി ഈ ഒരു പരുവായതിന് ശേഷം 4 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന വളംപുളി നന്നായി സോക്കായിട്ടുണ്ട്. അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് 2 വലിയ കയ്യിൽ ഈ തിളച്ച് വരുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പുളിവെള്ളം മുഴുവൻ ചേർക്കരുത് കേട്ടോ, കൂടി പോകരുത് പുളിവെള്ളം, അല്ലെങ്കിൽ കറിക്ക് പുളി കൂടും. ഒരു 2 വലിയ കയ്യിൽ മതിയാവും. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കായപ്പൊടി, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഈ കറിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ തരികളും എല്ലാ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസും പതുക്കനെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കനെ 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ മീറ്റ് ബോൾസ് ഉള്ളിലേക്ക് നന്നായിട്ട് കുക്കായി വരുന്നത്, അതിൻ്റെ ആ കറിയുടെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. ഒപ്പം ആ കറിക്ക് മീറ്റ് ബോൾസിൻ്റെ ഫ്ലേവറും നന്നായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ആ പാൻ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ തവി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മീറ്റ് ബോൾസ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ ചേർക്കുന്നത് 100 മുതൽ 150 മില്ലി വരെ കാര കോക്കനട്ട് ക്രീം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയും നല്ല ഫ്ലേവറുമാണ് കാര കോക്കനട്ട് ക്രീം. ഇതില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാല് പിഴിഞ്ഞെടുക്കാൻ നോക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം പാല് പിഴിഞ്ഞെടുക്കാൻ. ഒരു 150 മില്ലി വരെയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ പാൻ ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം അതൊന്ന് നന്നായിട്ട് ചേർന്ന് വരുന്ന വരെ, എന്നിട്ട് ബാക്കിയുള്ള കട്ടി തേങ്ങാപ്പാൽ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 200 മില്ലി കാര കോക്കനട്ട് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഞാൻ കാര കോക്കനട്ട് ക്രീമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന ഡിഷസ്. അപ്പോൾ ആ തേങ്ങാപ്പാലും ഒന്ന് ചേരുന്ന വരെയും പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാൻ പതുക്കനെ. നല്ലൊരു കട്ടി സോസായിട്ട് നമ്മുടെ മീറ്റ് ബോൾസിന് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ കറി ഒന്ന് താളിക്കാൻ വേണ്ടി നോക്കാം. അതിനുവേണ്ടി ചെറിയൊരു പാനിൽ 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് 3 വലിയ അല്ലി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവണ വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കറുത്തു പോകരുത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി കരിയാണ്ടിരിക്കാനൊരു ടിപ്പ്, അരിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. ഇതിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയും ചേർത്താണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കറി ഒന്ന് ഓഫാക്കിയിരുന്നു. വീണ്ടും ഫ്ലെയിം ഓണാക്കി ചെറുതായിട്ടൊന്ന് സിമറാവണ വരെയും ഇത് ഓണാക്കുക. ആ സമയത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പതുക്കനെ ഒന്ന് ആ മീറ്റ് ബോൾസ് ഇളക്കി കൊടുക്കാം, പതുക്കനെ അത് പൊട്ടാതെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം വെച്ചിട്ട് ഗ്രേവി കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് ലൂസാക്കാൻ ഉപയോഗിക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം കുറച്ച് കോക്കനട്ട് ക്രീം അല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ടാലും മതി. കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള സൗത്ത് ഇന്ത്യൻ മീറ്റ് ബോൾ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറോ ചപ്പാത്തിയോ ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ കറി വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി കാർഡും ഷെയർ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്താലും ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഷാന സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.